സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഞായറാഴ്ച സെപ്റ്റംബർ 14 ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ഫറൂഖ് പാലത്തിന്റെ നടപ്പാതയിലാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അടിഭാഗം ഞങ്ങൾക്ക് 2 ദിവസം മുന്നേ കാണിച്ചു തന്നാണ്. അപ്പൊ അത് ഫേക്കാണെന്നാണ് പല ആളുകളും പറഞ്ഞത്. എനിക്ക് ഫേക്ക് പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഉദ്യോഗസ്ഥർ ചെയ്ത ഒരു അനാസ്ഥയാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചു തന്നത്. അതായത് അവര് പണിയെടുത്തിക്കണമെന്നും പറഞ്ഞിട്ട് പണം വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പണിയെടുക്കാതിരുന്നിട്ടുണ്ട്. അവിടെ ഒന്നും പണിയെടുത്തിട്ടില്ല. ഇതാണ് ആ കമ്പനി. ഏത് കമ്പനി? അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ കമ്പനീന്റെ പേരാണ് കേട്ടോ. ഇനി ഞാൻ അടിഭാഗം കാണിച്ചു തരാം. ഈ അടിഭാഗം കാണണമെങ്കിൽ ഇത് ഈ ബ്രിഡ്ജിന്റെ ജോയിന്റ് ആണ്. ഈ ജോയിന്റിന്റെ സൈഡ് കൂടിയാണ് വെള്ളം ഇറങ്ങുക. കണ്ടോ ഈ പൊട്ടുള്ള ഇതിന് ഇനി അപ്പുറം കടക്കണം. ഈ നടപ്പാത കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വരണം. ഇന്നിവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രിയായിട്ട് ഉണ്ടായതായിരിക്കും, ഇന്ന് രാവിലെയാണോന്ന് അറിയില്ല. ഒരു പ്രശ്നം. സുഹൃത്തുക്കളെ, പാലത്തിനൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. പാലത്തിന്റെ മെയിൻ സാധനത്തിനൊന്നും ഒരു കുഴപ്പമില്ല എന്നാണ്. പുറം ഭാഗത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഒക്കെ പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കിയിരിക്കണ്. റിബേറ്റൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചിരുന്നത് ഇതിന്റെ അടിഭാഗമാണ്. അടിഭാഗം ഇവരൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കണ്ട ഭാഗത്ത് ഇവരൊരു വർക്കും നടത്തില്ല. തട്ടിക്കഴിഞ്ഞാൽ പൊളിഞ്ഞു വീഴും. എന്താ ഞാൻ താഴേക്ക് ഇറങ്ങി ഉണ്ടോ പുഴയൊക്കെ. ഇവിടുത്തെ നട്ട് ബോൾട്ട് റിബേറ്റ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലോ. ഇനി കാണാൻ പോണതാണ് നിങ്ങള് അടിഭാഗം. കണ്ടല്ലോ. ഇത് ഞാനെങ്ങനെയാ ഫേക്കാക്കി എടുക്കുക? എന്തെങ്കിലും ഒന്ന് പറയണതിന് ലോജിക്ക് വേണ്ടേ? സത്യം വേണ്ടേ? ഇത് ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുള്ള മന്ത്രിമാരെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. പണി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പണി ചെയ്തിട്ടില്ല. ആരെങ്കിലും ഫറൂഖ് പാലം കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇതിലേ വന്നാൽ മതി കേട്ടോ. ഈ കാണുന്ന ഇതിലേ വരണം. നൊയഞ്ഞ് അപ്പുറത്തേക്ക് എത്തണം. വീഴരുത്. വീണ ഫറൂഖ് പാലത്തിൽ നിന്ന് പുഴയിൽ വീഴും. കേറിപ്പോവാൻ ഒരു സ്ഥലമില്ല. വളരെ കഷ്ടപ്പെട്ട് ഇതിന്റെ അടിയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. തുരുമ്പെടുക്കുന്ന കാഴ്ചകൾ, തുരുമ്പെടുത്ത കാഴ്ചകൾ, റിബേറ്റൊക്കെ പോയ കാഴ്ചകൾ. ഇതൊക്കെ ഞാൻ ശ്രീകൃഷ്ണ ജയന്തി ദിവസം സെപ്റ്റംബർ അന്നെടുക്കുന്ന വീഡിയോ ആണ് കേട്ടാ. ഈ തുരുമ്പെടുത്ത് ഈ തൊളയായി കിടക്കണേണ്ട. ഇത് തൊളയാണ്. ഈ കാണുന്നത് മെയിൻ ബീമ. ഇതൊക്കെയാണ് തൊളയായി കിടക്കുന്നത്. കളവ് പറഞ്ഞെന്നൊക്കെ പറയുന്ന നേരം ഒരു ഇത് വേണം കേട്ടോ. നിങ്ങൾ ഇത് ചെയ്ത പണിയെടുത്ത ഉദ്യോഗസ്ഥനോടൊന്ന് ചോദിച്ചാളി, ഓൻ എന്ത് പണി അവിടെ എടുത്ത ചെയ്യുന്നു. ഇത് ആ ഭാഗത്തുണ്ട് ഇട്ടത്തോള കേട്ടോ. ബലക്ഷയങ്ങളൊക്കെ ആദ്യം തീർക്കണം, എന്നിട്ട് പുറത്ത് പെയിന്റ് അടിക്കും കേട്ടോ. കാണുന്ന നട്ടും ബോൾട്ടും ഒക്കെ തുരുമ്പെടുത്ത് ഒരാള് തെറി പറയുമ്പോ അയാള് പറയുന്ന കാര്യം എന്താണെന്നൊന്ന് അന്വേഷിക്കും. ഞായറാഴ്ചയല്ലേ, ഇങ്ങോട്ട് പോരി. എല്ലാരും വന്നൊന്ന് അന്വേഷിച്ചു നോക്കി. പുഴയിൽ വീഴരുതിട്ടോ അവസാനം. ഞാൻ കാരണം ഉണ്ടല്ലോ. ഇതാണ് ഫറൂഖ് പാലത്തിന്റെ ചില ഫില്ലറുകളുടെ അവസ്ഥ. എന്നാ ശരി.